ജെഇ അഡ്വാൻസ്ഡിൽ കേരളത്തിലെ ആദ്യത്തെ റാങ്കുകാർ കൊച്ചിയിലെത്തി. തങ്ങൾക്ക് മികച്ച പരിശീലനം നൽകി വിജയത്തിലേക്ക് നയിച്ച ആകാശിലെ അധ്യാപകരെ കാണാനായാണ് ഇരുവരും കൊച്ചിയിലെത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും പരുക്കൻ പരീക്ഷ എന്നറിയപ്പെടുന്ന നാളത്തെ ലോകം നയിക്കാൻ പ്രാപ്തമാക്കുന്ന പ്രതിഭകളെ കണ്ടെത്തുന്ന ജെഇ അഡ്വാൻസ്ഡിലെ ആകാശ് വിദ്യാർത്ഥികളായ മാധവ് മനുവും ഗൗതം PAയും ഉൾപ്പെടെയുള്ളവരാണ് തിങ്കളാഴ്ച കൊച്ചിയിലെത്തിയത്. കോഴിക്കോട് സ്വദേശിയായ മാധവ് മനു അഖിലേന്ത്യാ തലത്തിൽ 348 റാങ്കും കൊച്ചി ആകാശിലെ ടോപ്പ് സ്കോറർ ഗൗതം PA അഖിലേന്ത്യാ തലത്തിൽ 394 റാങ്കും നേടിയാണ് കേരളത്തിന് തന്നെ അഭിമാനമായി മാറിയത്. മദ്രാസ് IIT ആണ് ഈ വർഷത്തെ ജെഇ അഡ്വാൻസ്ഡ് ഫലം പുറത്തുവിട്ടത്. ടെസ്റ്റ് പ്രിപ്പറേറ്ററി സേവനങ്ങളിലെ ദേശീയ തലവനെന്നറിയപ്പെടുന്ന ആകാശ് എഡ്യൂക്കേഷണൽ സർവീസ് ലിമിറ്റഡ് ആണ് ഇവർക്ക് പരിശീലനം നൽകിയത്. ആകാശിൽ പരിശീലനം നടത്തിയ 35 വിദ്യാർത്ഥികൾ ജെഇ അഡ്വാൻസ്ഡിൽ ഉയർന്ന റാങ്കുകാരാണെന്നത് സവിശേഷതയാണ്. എറണാകുളം ആകാശിലെത്തിയ റാങ്കുകാരായ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി ആദരിച്ചു. ചങ്ങനാശ്ശേരി സ്വദേശിയായ ഫർഹാൻ, കൊച്ചി കടവന്തറ സ്വദേശിനിയായ റിയ മനു ജോസഫ് തുടങ്ങി റാങ്കുകാരായ വിദ്യാർത്ഥികൾ തങ്ങളെ വിജയത്തിലേക്ക് നയിച്ച ആശയങ്ങൾ പങ്കുവച്ചു. കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ആകാശ് നൽകുന്ന ഉയർന്ന നിലവാരമുള്ള പരിശീലനത്തിന്റെയും തെളിവാണ് ശ്രദ്ധേയമായ നേട്ടം. ആകാശിന്റെ ക്ലാസ് റൂം പ്രോഗ്രാമിൽ ചേർന്ന് അച്ചടക്കമുള്ള പഠന ഷെഡ്യൂൾ കർശനമായി പാലിച്ചതാണ് തന്റെ വിജയത്തിന് കാരണമെന്ന് ഗൗതം PA പറഞ്ഞു. ഇവരുടെ നേട്ടത്തെ ആകാശ് എഡ്യൂക്കേഷണൽ സർവീസസ് ലിമിറ്റഡിന്റെ ചീഫ് അക്കാദമിക് ആൻഡ് ബിസിനസ് ഹെഡ് ധീരജ് മിശ്ര അഭിനന്ദിച്ചു. വിദ്യാർത്ഥികളുടെ മാതൃകാപരമായ നേട്ടത്തിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഗൗതമിന്റെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും മികവ് മാതാപിതാക്കളുടെ പിന്തുണയും ശ്രദ്ധേയമാണെന്നും എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ ഭാവി ശ്രമങ്ങളിൽ ആശംസകൾ നേരുന്നതായും അദ്ദേഹം അറിയിച്ചു. 1,80,200 വിദ്യാർത്ഥികളാണ് ഇക്കുറി പരീക്ഷ എഴുതിയത്. അതിൽ 48,248 പേരാണ് യോഗ്യത നേടിയത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ വിവിധ കോഴ്സ് ഫോർമാറ്റുകളുടെ സമഗ്രമായ IIT JEE കോച്ചിംഗ് ആണ് ആകാശ് വാഗ്ദാനം ചെയ്യുന്നത്. മിഥുൻ രാമചന്ദ്രൻ, അരുൺ വിശ്വനാഥ്, വിപിൻ, സൂരജ്, ആന്റണി ഫ്രാൻസിസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥികൾക്ക് ആദരം സംഘടിപ്പിച്ചത്. എൻലൈറ്റ് മീഡിയ, കൊച്ചി.